ഇടപെടികളുള്ള നാട്ടിൽ ആർക്കായാലും വഴിതെറ്റും അച്ഛാ. എല്ലേളയാ രുക്മിണി, ഇവൻ ഇപ്പോഴും നിന്റെ കൂടെ വരാൻ സമ്മതിച്ചിട്ടില്ല. ആണോടാ? അവൻ വന്നോളൂ അച്ഛാ. പിന്നെ ഏട്ടന് എറണാകുളത്തേക്ക് ട്രാൻസ്ഫറാ. ആഹാ, അതെ അതെ, 32 മാസത്തെ എന്റെ സർവീസിനുള്ളിൽ ഇതെന്റെ 30ാമത്തെ ട്രാൻസ്ഫറാ. കള്ളന്മാരും റൗഡികളും ഇപ്പോഴും എന്നെ ഭയപ്പെടുന്നു എന്നതിന് തെളിവാണ് ആൻസർ. അളിയൻ മദ്യപിക്കുവോ? ഇല്ല. ഇല്ലേ? എന്നാലും അളിയനെ ഞാൻ കൊണ്ടുപോകും. ഒരു നല്ല മനുഷ്യനായിട്ട് വാർത്തെടുക്കാൻ ഉപദേശിക്കാൻ പറ്റിയ നഗരമാണ് എറണാകുളം. അളിയനെ ഞാൻ ഉപദേശിച്ച് ഒരു വഴിക്കാക്കി തരാം. പക്ഷെ ഒന്ന്, ഞാൻ വളരെ വളരെ സ്ട്രിക്റ്റ് ആണ്. അച്ഛൻ 3-4 മാസം കഴിയുമ്പോ അങ്ങ് എറണാകുളത്തോട്ടൊന്ന് വരണം. അവിടെ വെച്ച് എന്റെ മകനെ പോലെ സൽഗുണ സമ്പന്നനായ ഒരു മകനെ അച്ഛന് ഞാൻ തിരിച്ചു തരും. അല്ല മോനെ? എന്താണ് മക്കളെ അച്ഛനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അച്ഛാ. ആദ്യമേ എന്നെ പച്ചയ്ക്ക് മുഖത്തൊക്കെ തള്ളക്കി വിളിച്ചോണ്ടിരുന്നതാ. ഇപ്പൊ ഇത്രയെങ്കിലും ശരിയായില്ലേ? അപ്പൊ അളയാ, പെട്ടിയെടുത്ത് വണ്ടി വെക്ക്.